നമ്മുടെ കേരളത്തില് ചില വീടുകളിലെങ്കിലും നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ രാത്രിയാകുമ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ചവനപ്രാശം കൊടുക്കുന്നൊരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ അതിന്റെ ചില ഗുണങ്ങളെ അറിയുണ്ടാവുള്ളൂ. പക്ഷെ ചവനപ്രാശം ഡെയിലി കഴിക്കുന്നത് മൂലം നല്ല ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി ആയാലും അവരുടെ വളർച്ചയിലായാലും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ചവനപ്രാശത്തിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. നമസ്കാരം. നല്ല ആരോഗ്യത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമുക്കിതിന്റെ പേരിന്റെ ഐതിഹ്യത്തിലേക്ക് വരാം. നമ്മൾ പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടിയ ചവന മഹർഷിക്ക് നമ്മുടെ അശ്വിനി ദേവന്മാരുണ്ടാക്കി കൊടുത്തൊരു മരുന്നാണ് ചവനപ്രാശം. അപ്പൊ അത്രയും ഒരു ഗുണങ്ങൾ അതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ചവനപ്രാശം കഴിക്കുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. നമുക്കിപ്പം പകർച്ചവ്യാധികളൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പം നമ്മുടെ ശരീരം രോഗപ്രതിരോധ ശേഷി ഉണ്ടായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അതുപോലെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും നമ്മുടെ ഏജിങ് കുറയ്ക്കാനും നമ്മുടെ ഏജിങ് സയൻസ് കുറയ്ക്കാനൊക്കെ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഡെയിലി കഴിക്കുന്നത് മൂലം നമ്മുടെ വൈറ്റമിൻ സി ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നെല്ലിക്കയാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി തന്നെയാണ്. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും സെൽ ഡാമേജ് കുറയ്ക്കുക, അതുവഴി നമ്മുടെ പ്രായം കുറയാണ്. നമ്മുടെ മുഖത്തുള്ള ചുളിവുകളോ അല്ലെങ്കിൽ നമ്മുടെ ഏജിങ് സയൻസ് ഒക്കെ വളരെ ഡിലേ ആക്കും ഇത്. പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന വിയർ ആൻഡ് ടയർസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ വളരെ നല്ലതാണ്. അത് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും അതിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനൊക്കെ ഈ ചവനപ്രാശം കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഡെയിലി കഴിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചുമ, ശ്വാസകോശമായ സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അത് തിരിച്ചു വരാതിരിക്കാനും റീഒക്കറൻസ് ഇല്ലാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അഗ്നിബലം കൂട്ടാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഡെയിലി കഴിക്കുന്ന ആളുകൾക്ക് മുടി പൊട്ടിപ്പോവുക, അതുപോലെ പ്രീമേച്ചർ ഗ്രേയിങ് ഒക്കെ തടയാനായിട്ട് കഴിയും. അതുപോലെ മുഖത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ചുളിച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ കാണാൻ പറ്റും. ഡെയിലി കഴിക്കുന്ന ആളുകൾക്ക് ആണ് കാണുന്നത്. അതായത് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് ഗ്ലോ ഉണ്ടാവും എന്നല്ല പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തന്നെ ഒരു ബ്രൈറ്റ് ആയ പോലെ ഒരു ഗ്ലോ ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയാരോഗ്യം നേരെയാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ഷാർപ്നെസ്സിന് വേണ്ടിയിട്ടും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വേണ്ടിയിട്ടും നമുക്കിത് കഴിക്കാം. അതേപോലെ തന്നെ ഇതൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡെയിലി ഇത് കഴിക്കുന്നത് മൂലം അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടാറുണ്ട്. ശരീരപുഷ്ടിക്കും ശരീരബലത്തിനും ഇത് കൊടുക്കാറുണ്ട്. ചില ഇൻഫെർട്ടിലിറ്റി കേസിൽ മറ്റു മരുന്നുകളുടെ കൂടെയും നമ്മൾ ചവനപ്രാശം കൊടുത്തു വരാറുണ്ട്. അതേപോലെ തന്നെ ഇത് കഴിക്കേണ്ടത് പ്രത്യേക ഒരു അളവുണ്ട്. നമ്മൾ നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുക എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത് കേൾക്കാറുള്ളത്. എന്നാൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ 5 ഗ്രാമാണ് കഴിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളുകളാണെങ്കിൽ 5 to 10 ഗ്രാംസ് കഴിക്കാം. ഒരു നേരം കഴിക്കാം അല്ലെങ്കിൽ 2 നേരവും കഴിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും കഴിക്കുമ്പോൾ നമ്മൾ അത് അങ്ങനെ എടുത്ത് വായിലിട്ട് അലിയിച്ചലിയിച്ചാണ് കഴിക്കേണ്ടത്. അതേപോലെ ഇതിനൊപ്പം ചെറുചൂട് പാലോ അല്ലെങ്കിൽ ചെറുചൂട് വെള്ളമോ കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ സാധിക്കുക.